ജൈവകത്തിൻ്റെ ഹൃദയഭാഗത്തിലേക്കാണ് ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത്. ഔഷധത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് ഷിംജിത്തേട്ടൻ്റെ ഈ ജൈവകം. ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പ്രൈം വിഷൻ ന്യൂസിൻ്റെ 2ാം അധ്യായം. അപ്പോൾ പ്രധാനപ്പെട്ട ഔഷധങ്ങൾ നമുക്ക് ഷിംജിത്തേട്ടൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തിത്തരും. ഇതാണ് ഭൂതം കൊല്ലി എന്ന് പറയും. മന്ത്രവാദികളുടെ കയ്യിൽ ഒരു വടി വരും. ഭൂതപ്രേത വിശ്വാസികളെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. ഭൂതം കൊല്ലി എന്ന് പറയുന്ന ഈ മരം. ഇതാണ് ഗുൽഗുലു. ഇപ്പൊ നമ്മൾ കഷായത്തിനും ഗുളികക്കെല്ലാം ഉപയോഗിക്കുന്നതാണ്. തുളസി എന്നത് വെറുമൊരു സസ്യം മാത്രമല്ല, ആയുർവേദത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ള ഒരു അത്ഭുത ഔഷധമാണ്. ഹെർബ് ഓഫ് ലൈഫ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തുളസിയെ നമ്മുടെ ചുറ്റുമുള്ള വായുവിനെ ശുദ്ധീകരിക്കാനും ദൈനംദിന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രകൃതിദത്തമായ പരിഹാരം കണ്ടെത്താനും കൂടിയാണ് ഉപയോഗിക്കുന്നത്. ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നതിലും സമ്മർദ്ദം കുറയ്ക്കുന്നതിലും തുളസി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഷിംജിത്തിന്റെ ജൈവകത്തിൽ തുളസിയുടെ 45 വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പരിചിതമായ കൃഷ്ണതുളസിയും രാമതുളസിയും മുതൽ ഗൾഫ് തുളസിയും പൊതീന തുളസി, ഇഞ്ചി തുളസി, പ്ലം തുളസി, മസാല തുളസി തുടങ്ങി അനേക ഇനങ്ങളാൽ ഇവിടം സമ്പുഷ്ടമാണ്. തുളസിന്റെ നേരത്തെ കണ്ടില്ല ഒരുപാട് തുളസി. ഇതില് അപൂർവമായത് ഒരു തുളസിയാണ്. രാമതുളസിയിൽ ഒരു വെറൈറ്റിയാണ് ഇത്. ഇതിന്റെ പ്രത്യേകത എന്നാൽ ഇത് കൈ കാണിക്കും. ഇത് കൈയിന്റെ അടിയിൽ വരയ്ക്കുക. വരച്ചിട്ട് പുറത്ത് മണപ്പിച്ചോ, ഇപ്പുറം മണപ്പിച്ചോ. മണം വരുന്നുണ്ട. വീഡിയോ വരച്ചിട്ട് ഇപ്പുറം മണപ്പിച്ചാൽ മണക്കും ഇത്. അതാണ് ഈ തുളസീന്റെ പ്രത്യേകത. വരച്ചെടുത്ത് മണം കുറവായിരിക്കും. ഇതെല്ലാം അലോവേരന്റെ പല ടൈപ്പ് സാധനങ്ങളാണ്. ഇതാണ് ചെങ്കുമരി എന്ന് പറയും. ഒരു പ്ലാന്റ് 60 കിലോ വരെ വരുന്നുണ്ട് ഈ സാധനം. ഇതാണ് സിന്ദൂര കറ്റാർവാഴ എന്ന് പറയും. സ്വർണത്തിന്റെ അംശമുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ഇതാണ്. ഇതാണ് വള്ളി കറ്റാർവാഴ. ചെന്നിനായത്തിൽ ഉപയോഗിക്കുന്ന കറ്റാർവാഴയാണ്. വള്ളിയായിട്ട് പോകുന്നത്. അത് വേറെയാണ്. അങ്ങനെ അലോവേരയിൽ പല ടൈപ്പ് ഇതാണ്. ഇത് സോപ്പ് ഉണ്ടാക്കാറുണ്ട്. ഇതിന്റെ എല്ലാ സോപ്പുകൾ കൊടുക്കുന്നുണ്ട്. അത് ഉണ്ട്. പിന്നെ ഇതിന്റെ എല്ലാ തൈകൾ കൊടുക്കുന്നുണ്ട്. ഈ ഔഷധ സസ്യങ്ങളെല്ലാം തൈകള്. കാട്ടുകറിവേപ്പ്, കാട്ടിൽ ഉണ്ടാകുന്ന കറിവേപ്പാണ്. ഉണക്ക ചോക്ക് കറിവേപ്പിന്റെ ഇത് വെത്തിലയില്. ഇത് ജീരക വെത്തില. ഇതാണ് നാഗവെത്തില എന്ന് പറയും. വെത്തിലേന്റെ കണ്ടില്ലേ ഇല കാണുന്നില്ല, ചെറിയ ടൈപ്പ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പാമ്പ് കടിച്ച വൈദ്യന്മാരെടുത്ത് വലിയ വെത്തില കൊടുക്കും. എന്നിട്ട് വെക്കും എന്നാ ടേസ്റ്റ് എന്ന്. മധുരാങ്ക് മൂർക്കൻ, കായ്പാങ്കിൽ അണലി, അങ്ങനെ ഓരോ പാമ്പിനെയും തിരിച്ചറിഞ്ഞ് ഈ വെത്തില കൊടുത്തിട്ടാണ്. ഇതാണ് മരമഞ്ഞൾ. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സസ്യം കൂടിയാണ് മരമഞ്ഞൾ. ത്വക്ക് രോഗങ്ങൾക്കെല്ലാം മരമഞ്ഞൾ പേര് കേട്ട ഇതാണ് മരമഞ്ഞൾ. വള്ളിച്ചെടിയാണ്. ഒരുവിധം രോഗങ്ങൾക്കൊക്കെയുള്ള മരുന്ന് ഉണ്ട്. മരുന്ന് എന്ന് പറഞ്ഞാല് നമ്മൾ ഇതൊന്നും വൈദ്യമൊന്നും പഠിച്ചില്ല. കേരളത്തിലും പുറത്തിലും ഒരുപാട് വൈദ്യന്മാർ നമ്മളെടുത്ത് വരും. ഇതെല്ലാം ആൾക്കാർ വൈദ്യന്മാർ നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞ അറിവാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് വിഷകണ്ഠൻ എന്ന് പറയും. ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ പോലെ കിട്ടും. ഉണ്ടല്ലേ? 2 സ്റ്റിച്ച് വരെയെല്ലാം മുറി തുന്നാണ്ട് ഒഴിവാക്കാം. ചോര ഉണ്ടായാൽ ചോരയിൽ ഈ സാധനം ഒട്ടും. ഇതാണ് കിരീടപ്പച്ച എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത ഇത് പതക്കുന്ന എണ്ണ ഇടുക. എന്നിട്ട് കൈകുത്തി കഴിഞ്ഞാൽ പൊള്ളൂല. ഇല്ല, ചില ആൾ എണ്ണ കൈകുത്തി കാണിക്കുന്നില്ല. അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് കിരീടപ്പച്ച.
മധുരനാശിനി അതോ മധുരം കൊല്ലി എന്നെല്ലാം പറയുന്ന പള്ളിച്ചെടി വള്ളിച്ചെടി. ഇതിന്റെ 2 or 3 ഇലയെടുത്ത് വായിലിട്ട് ചവക്കുക. പഞ്ചസാര വെല്ല വായിലിട്ട് 3 മണിക്കൂർ മധുരം അറിയൂല. കയ്പ നരഞ്ചി എന്ന് പറയും. ഇത് ആദിവാസികൾ കാട്ടിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഓരോ ഇല കഴിക്കും. മൂർക്കം പാമ്പ് കടിച്ചാൽ തന്നെ വിഷം ഏൽക്കൂല എന്നാ പറയുന്നത്. എന്നതാണ് ചോന്ന കുന്തിരിക്കം. നമ്മൾ കുന്തിരിക്കത്ത് വെള്ള കണ്ട്, ചോന്ന കണ്ട്, കറുപ്പുണ്ട്. അങ്ങനെ 3 ടൈപ്പ് കുന്തിരിക്കങ്ങളാണ്. ഈ വള്ളിച്ചെടി കണ്ട, ഇതാണ് ചതുരമുല്ല എന്ന് പറയും. ഇതിനെ ഞാൻ മടക്കുന്നുണ്ട്, നോക്കാം. ഇതിനെ മടക്കി പൊട്ടിച്ച് അതാ. ഇത് എങ്ങനെ മടക്കി കഴിഞ്ഞാൽ നീർന്നു വരും, ഇല്ല. അതാണ് ഒന്നും വലിച്ചു കഴിഞ്ഞാൽ ആ മടക്കിയ കല പോലും ഉണ്ടാവില്ല. വെളുത്ത കുന്തിരിക്കം അറിയും. അതിന്റെ കറിയാണ് പുകയ്ക്കാൻ ഉപയോഗിക്കുന്നത്. കുന്തിരിക്കത്തിൽ വെള്ള വരുന്നുണ്ട്, ചോപ്പ് വരുന്നുണ്ട്, കറുപ്പ്. അങ്ങനെ 3 ടൈപ്പ് കുന്തിരിക്കങ്ങളാണ്. ഇവിടെ ഇപ്പൊ ഏതൊക്കെ ടൈപ്പ്? 3 മരങ്ങൾ ഇവിടെ ഉണ്ട്. ഇതാണ് താനി മരം. താനി ചേറുമരം ഇല്ലേ, ചേറ് പൊള്ളി കഴിഞ്ഞാല് താനിയോട് പോയിട്ട് പണ്ട് സങ്കടം പറയും. താനിയമ്മാമ ചേറമ്മാവും പൊള്ളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ 3 വട്ടം ചുറ്റും പണ്ട് കാലത്ത്. അങ്ങനെ അന്നേരം ചേറ് പൊള്ളി മാറിക്കിട്ടും. അല്ലാണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തോല് വെള്ളം വെച്ച് കുളിച്ചു കഴിഞ്ഞാലും ചേറ് പൊള്ളി മാറിക്കിട്ടും. ഈ വലമ്പിരി എന്ന് പറയും, കൗളുകാരി എന്ന് പറയും. അതിന്റെ കായാണ് ഇത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന്റെ കായാണ് കുട്ടികൾക്ക് പിരിച്ചലിന് കെട്ടുക. പ്രസവിച്ച് കഴിഞ്ഞാലുള്ള കുട്ടികൾ തിരിഞ്ഞും മറിഞ്ഞും കളിക്കും. അന്നേരം ഇതിന്റെ കായാണ് കെട്ടേണ്ടത്. അതുപോലെ കൊട്ടിയൊരു നെയ്യമൃതകാറ് നെയ്ക്കൂടം കെട്ടാൻ ഉപയോഗിക്കുന്നത് ഇതിന്റെ നാരാണ് ഇപ്പോഴും. അതാണ് ഇതിന്റെ പ്രത്യേകത. രുദ്രാക്ഷത്തിന്റെ മരാണ് ഈ കാണുന്നത്. ഇതിന്റെ കായ് വീണ് കിടക്കുന്നത് കണ്ട. രുദ്രാക്ഷത്തിന്റെ കായാണ് ഇത്. ഈ കളറിലാണ് വരിക, നീല കളർ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇത് ഇതിന്റെ മുകളിൽ പൾപ്പ് പോവും. ഇത് തേച്ച് കൈ വൃത്തിയാക്കി എള്ളെണ്ണയിൽ ഇട്ടതാണ് നേരത്തെ ഞാൻ കാണിച്ചു തന്നത്. അത് എത്ര മുഖം തന്നെ തേച്ച് കൈ വൃത്തിയാക്കിയാലേ പറയാൻ പറ്റും. അല്ല, ഒരു മരത്തിലാണ് 1 മുതൽ 32 വരെയുള്ള മുഖങ്ങൾ വരിക. മനോരഞ്ജിതം മധുരകാമേശ്വരി എന്ന് പറയുന്ന ചെടിയാണ് ഇത്. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ പൂവെടുക്കുക. പൂവെടുത്തിട്ട് തലാണീന്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ചാൽ സ്വപ്നം കാണും. ഇതാണ് ഓട്ടോഗ്രാഫി അടി. പണ്ട് പ്രേമലേഖനം എഴുതിന് ഈ ഇലയിലാണ്. ഈ ഇലയിൽ എഴുതി കഴിഞ്ഞാൽ ഇതേപോലെ നിൽക്കും. കണ്ട, എഴുതിയാല് ഇതേപോലെ നിൽക്കും. കുട്ടികളെ എഴുതി വെച്ച മൊത്തം ഇലയിൽ മൊത്തം എഴുത്തുകളാണ്. ഇത് ഉണങ്ങി വീണ് കഴിഞ്ഞാൽ ഉണങ്ങി നമ്മൾ ഈ ഇല എടുത്തു വെച്ചാൽ അതേപോലെ തന്നെ നിൽക്കും. ആ പൂത്തിലഞ്ഞി പുത്രൻചാരി എന്ന് പറയുന്ന ഏടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇല കഴിച്ചാൽ ആൺകുട്ടികൾ മാത്രമേ ഉണ്ടാവുന്നേ പറയുന്നത്. ഇറ്റാന്ന് പറയുന്ന ഏടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇല വീണെടുത്ത് ചെതല് വീറില്ല. പണ്ട് മച്ചിന് മണ്ണിടുമ്പോൾ ഇതിന്റെ ഇല ഇട്ട് കൊടുക്കും. അതുപോലെ ഇതിന്റെ തടീനെ കൊണ്ടാണ് മെതിയടി ഉണ്ടാക്കിയത്. ഇതാണ് കൃഷ്ണനാല് എന്ന് പറയുന്ന ആല്. പണ്ട് ശ്രീകൃഷ്ണൻ വെണ്ണയും പാലെല്ലാം കട്ടുന്നാൻ ഉപയോഗിച്ച അരിയാലാണ്. ഇതിന്റെ പ്രത്യേകത കണ്ട, ഇത് മൂക്കുന്നതിനനുസരിച്ച് ബാക്കോട്ട് മടങ്ങിയിട്ട് കുമ്പിൾ കുത്തിയ മോഡലാവും. നമ്മൾ പിലാലനെ കൊണ്ടെല്ലാം കഞ്ഞി കുടിക്കാൻ കുത്തുന്നില്ലേ, ആ രൂപത്തിലേക്ക് വരും. ഇതാണ് ബോധിവൃക്ഷം. അരയാലിന്റെ വേറൊരു ടൈപ്പ് സാധനമാണ്. ഇത് മുന്തിരിയിൽ കംബോഡിയൻ എന്ന് പറയുന്ന മുന്തിരിയാണ്. ഇപ്പം പൂത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞാലും ഉണ്ടായിനേനും ഇപ്പം രണ്ടാമതും പൂവിട്ടതാണ്. കക്കുംകായി എന്ന് പറയും. കക്കുംകായി അറിയോ, കേട്ടിട്ടുണ്ടാ? മക്കുംകായി, കക്കുംകായി എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 12 കൊല്ലം മണ്ണ് കടന്നിട്ട് 13ാമത്തെ കൊല്ലം മുളച്ചു കിട്ടും. ഒരു വ്യാഴവട്ടക്കാലം വേണം അത് മുളക്കണ്ടിക്കല്. പരിപ്പ് പൊട്ടിച്ച് നട്ട് കഴിഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് മുളച്ചു കിട്ടും. ഇതാണ് പുകയിലേന്റെ ചെടി. പുകയിലേന്റെ ഇല ഭയങ്കര മണ്ണായിരിക്കും. ഇത് ഏകദേശം അതിന്റെ വിത്താണ് ഈ കാണുന്നത്. ഇതാണ് കായത്തിന്റെ മരം. സോമനാഥ കായം എന്ന് പറയുന്ന കായാണ്. ഇത് നല്ല വേൽത്തിന്റെ തുച്ചറിന് ഇതുപോലെ കായം വരും. മഞ്ഞ കളറിൽ കാണുന്നില്ലേ, ഇതുപോലെ ഉരുകി ഒലിച്ചു വരും. ഇതെന്ന് പറഞ്ഞാല് നമ്മള് കുട്ടികൾക്കെല്ലാം മാറ്റുവാനൊക്കെ കൊടുക്കുന്ന കാര്യമില്ലേ, അതെ. എല്ലാം റബ്ബർ പോലെ ടേപ്പ് ചെയ്ത് എടുക്കുക. ഇത് ജൈവകത്തിലെ കാഴ്ചകൾ ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഔഷധ സസ്യങ്ങളുടെയും അപൂർവവും അമൂല്യവുമായ ശേഖരങ്ങളുടെയും എണ്ണമറ്റ ഈ ലോകം ഷിംജിത്തേട്ടൻ ശരിക്കും പ്രകൃതിക്കായൊരുക്കിയ വരദാനം തന്നെയാണ്. ഇതിലെ ഓരോ സൃഷ്ടിയിലും ഷിംജിത്തിന്റെ കഷ്ടപ്പാടിന്റെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കുന്നു. ആ കഷ്ടപ്പാടിൽ നിന്നും നേടിയെടുത്ത ആത്മനിർവൃത്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും സ്ഫുരിക്കുന്നത്. ജൈവകത്തിന്റെ മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ ഈ കർഷകന്റെ മനസ്സ് കാണാൻ തുടിക്കുന്നത് പുതിയ ഒരു പരീക്ഷണത്തിന്റെ സ്വപ്നത്തെ തന്നെയാണ്. ഷിംജിത്തിന്റെ ഈ യാത്ര ഇനിയും തുടരും, ഒരുപാട് പേർക്ക് പ്രചോദനമായിക്കൊണ്ട്.